ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമുക്കിന്ന് എന്താ പറയുന്നത്, ഒരു സന്തോഷമുള്ള ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണേ. അതായത് നമുക്കിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അറേബ്യനിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മംഗല്യ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം നമ്മളിങ്ങനെ പൈസ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് അത് മെച്ചറാകുമ്പോൾ ഇത്ര മന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഗോൾഡ് എടുക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ഒരു മോതിരം ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒടിഞ്ഞു പോയ മോതിരം നമ്മൾ അത് വിറ്റിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുക്കാനായിട്ടുള്ള ടൈമായി. അപ്പോൾ അങ്ങനെ ഒരു മോതിരം എടുക്കാനായിട്ട് പോവാണ്. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതാണ് ഇന്നത്തെ വീഡിയോ. അമ്മാമ്മയും മോളൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരുടെ മന്ദം വരുന്നുണ്ട്. മിനുട്ടി ഉറക്കമായിരുന്നു, ഉറങ്ങി എണ്ണീറ്റ് മിനുട്ടി വരുക. മിനുട്ടി എവര് പോവാ? മിനുമ്മ ചാച്ചി. മിനുട്ടി ഉറക്കമായിരുന്നു, ഭയങ്കര മൂശാട്ടയും കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് പോയിട്ട് വരാവേ. ഇറങ്ങട്ടെ. ഞാൻ എടുത്തായിരുന്നത്, ഒരെണ്ണത്തിന്റെ ആവശ്യമില്ല. ഇതിനോട്ടെ പോയിട്ട് വരാമെങ്കിൽ. ഷൂ ഇടുവാനോ? ശോശമ ഷൂ ഒക്കെ ആരാ വന്നേന്ന് നോക്കിക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിതേ എത്തി നമ്മുടെ കായംകുളത്തെ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവിടേക്കാണ് വന്നത്. അവിടെ എത്തി എന്താ പറയുന്നത്, നല്ല രസമുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കയറി ചെന്നിട്ട് ഫസ്റ്റ് നമുക്ക് മംഗല്യയുടെ അത് ക്ലോസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ തന്നെ അവരുടെ ആ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്നു നിന്നു. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കലും അതിൻ്റെ ക്ലോസിങ് അങ്ങനെ കുറച്ച് ചടങ്ങുണ്ടായിരുന്നു. കുറച്ച് നേരം ഇത്തിരി ഒന്ന് ലേറ്റായി. പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ മിനുട്ടി ആണെങ്കിൽ ഇത്തിരി ഒരു മൂഡൗട്ടിലാണ്. ഉറക്കമൊന്നും കംപ്ലീറ്റ് ചെയ്യാതാണ് ആള് എഴുന്നേറ്റ് വന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു മൂഷാട്ടയും കാര്യങ്ങളൊക്കെ അങ്ങനെ ശോഭ മേഡം എല്ലാം ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം ക്ലോസ് ചെയ്തു. പിന്നെ അതുപോലെ അമ്മുമ്മയുടെ ഒരു വളയും നമ്മൾ ഒടിഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തതിൽ ഇട്ടപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മുമ്മയുടെ വളയും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് അപ്പം നമ്മൾ ആ ഒരു സെയിം വെയിറ്റിനുള്ള വളയൊക്കെ ഇങ്ങനെ നോക്കി എടുക്കുവാണ്. അമ്മുമ്മയെ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ അത് കൈക്ക് എത്ര കറക്റ്റ് ആകും എന്നൊക്കെയുള്ള ഒരു ഡൗട്ടുണ്ട്. പിന്നെ എന്നാലും ഒരു ഊഹമൊക്കെ വെച്ചിട്ട് നമ്മൾ എടുത്തു. പിന്നെ മീനിട്ട് ഇങ്ങനെ കളിയും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് ഓണായേ. വലിയ പ്രോബ്ലം ഇല്ലാണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടി ഇങ്ങനെ കളിയും ബഹളവും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സത്യത്തിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഞാൻ കരുതി ഇനിയിപ്പം ബഹളമായിരിക്കും, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആള്. പിന്നെ നമ്മളിത് 2-3 വളയൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് കൺഫേം ചെയ്യുവാണ് ഏതെടുക്കുന്നത്. ബേബിയോ? ബേബിയുടെ കൂടെ കളിക്കുവാന്നോ? ഷൂ ഇടുകാലയില് മീനുട്ടി. നമ്മൾ വളയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത റിങ് നോക്കുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ആ ഒരു പൂവിൻ്റെ റിങ് ആണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. പക്ഷെ അതെൻ്റെ കൈക്ക് കറക്റ്റ് അളവാണ്. ഈ കറക്റ്റ് അളവ് വരുന്ന എല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ടൈറ്റ് ആവുന്നുണ്ട്. ഈ വണ്ണം വെക്കുന്നതുകൊണ്ട് തന്നെ അതങ്ങോട്ട് റെഡി ആവുന്നില്ല. അപ്പം അങ്ങനെയാണ് ഈ മോതിരം എല്ലാം നമ്മൾ തിരിച്ച് കൊടുത്ത് വേറെ എടുക്കാമെന്ന് വെച്ചാൽ ഒന്നും ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഈ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിട്ട് നോക്കിയപ്പം പിന്നെ അതും വേറൊരു കമ്മലും കൂടി ഇങ്ങനെ നമ്മൾ ഇട്ട് നോക്കാമെന്ന് കരുതി. ഈ ഒരു കമ്മലാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് ചെറിയ കമ്മലാണേ. അപ്പോൾ പിന്നെ എൻ്റെ ഒന്നാമത് ഇത്തിരി വണ്ണമുള്ള ഫേസോട് ആയതുകൊണ്ട് അങ്ങോട്ട് ചേരത്തില്ല എന്ന് പറഞ്ഞത് ഈ 2 കമ്മൽ പിന്നെ വെച്ച് നോക്കി. അതിൽ ഈ കമ്മലാണ് നമ്മൾ എടുത്തത്.
പക്ഷേ എനിക്ക് അങ്ങോട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടത്തോടെ അല്ല ഞാൻ എടുത്തത്. അമ്മ പറഞ്ഞ എന്തെങ്കിലും എടുക്കുക എന്ന് വെച്ചാൽ അവിടെ റിങ്ങിൻ്റെ കളക്ഷൻ വളരെ കുറവായിരുന്നു. എന്ന് വെച്ചാൽ ഈ വലിയ സൈസിലുള്ളത് കുറവായിരുന്നു. പിന്നെ വരുമ്പം എന്ന് വെച്ച് കഴിയുമ്പം ഈ വണ്ണം കൂടുതലുള്ള എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒടിഞ്ഞു പോകും, വലിയ കുറച്ചുകൂടെ വലിപ്പമുള്ള എടുക്കുന്നതനുസരിച്ച്. അതുകൊണ്ട് പിന്നെ കമ്മലിലോട്ട് തിരിഞ്ഞത് ഞാൻ. പക്ഷെ എനിക്ക് അങ്ങോട്ടും ഓക്കെ ആയില്ല. മീനൂട്ടി പിന്നെ ഫീഡൊക്കെ ചെയ്തിട്ട് മീനൂട്ടിയെ ഉറക്കി. പിന്നെ അമ്മ ബില്ലിംഗ് ഒക്കെ ചെയ്തു വന്നു. കിട്ടിയെല്ലാം എടുത്തോ? എൻ്റെ കയ്യിലില്ല, അമ്മയുടെ കയ്യില്ല. മേഡം ബാങ്ക് ബീനോട്ടി ഇടും. വണ്ടിയുടെ താക്കോലമ്മ അതിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് ഇറങ്ങി. നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി. നമ്മൾ പോയപ്പോഴും ലേറ്റായി, ഒരു 12 മണിയൊക്കെ ആയി. പോയപ്പം വന്നപ്പോഴത്തേക്ക് ഒരു 2:30-3 മണിയൊക്കെ ആയി അവിടുന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ നേരെ വന്നു, വണ്ടി എടുത്തു. നമ്മൾ നേരെ വീട്ടിലോട്ടുള്ള പരിപാടിയായിരുന്നു. ഇതിനിടയ്ക്ക് പ്രത്യേകിച്ചൊന്നും പ്ലാനൊന്നും ചെയ്തില്ല. അത്രയും ലേറ്റ് ആയതും കൂടെ കാരണം മീനുട്ടിക്ക് പിന്നെ വിശപ്പൊക്കെ ആയി. അതുകൊണ്ട് ചെറിയ നിർബന്ധമൊക്കെ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ സ്കൂളൊക്കെ. ഈ കമ്മലായിരുന്നു നമ്മൾ എടുത്തത്. പക്ഷെ എനിക്ക് കമ്മലൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ എൻ്റെ ഫേസിന് ഒട്ടും ചേരുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ അത് മാറിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പോയി. അത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഇത് മാത്രമേ എടുത്തുള്ളൂ. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഡയമണ്ട് സെക്ഷനിൽ ചെന്നിട്ട് ഈ ഒരു റിങ് സെലക്ട് ചെയ്തെടുത്തു. നമ്മുടെ ആ ഒരു കമ്മലിൻ്റെ ആ ഒരു റേഞ്ചിനകത്ത് ഒരു റിങ് എടുത്തു. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അമ്മ എന്നോട് പറഞ്ഞ് കാതുകൂടെ കുത്താൻ പറഞ്ഞു. അതായത് സെക്കൻഡ് സ്റ്റഡ്. എനിക്ക് ഓൾറെഡി സെക്കൻഡ് സ്റ്റഡ് ഉണ്ടായിരുന്നു. എൻ്റെ ഡെലിവറി ടൈമിൽ ഊരി വെച്ചിട്ട് അത് അടഞ്ഞു പോയതാണ്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, കുത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെ കുത്തിയത്. അങ്ങനെ സെക്കൻഡ് സ്റ്റഡും കുത്തി. എന്താ പറയുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ അല്ല, ആ ഒരു വീഡിയോ ഞാൻ ഷോർട്സിലിടാം. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അതും കഴിഞ്ഞു. എന്താ പറയുന്നത്, പെട്ടെന്നായിരുന്നു ആ ഒരു പരിപാടി നടത്തിയത്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. പെട്ടെന്ന് അമ്മ പറഞ്ഞ് കുത്താനെന്ന് അങ്ങനെ അങ്ങ് കുത്തിയത്. അപ്പോൾ അങ്ങനെ അതുമൊക്കെ കുത്തി. അടിപൊളി വേദനയായിരുന്നു കേട്ടോ. പെരുത്തു പോയങ്ങ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ടാറ്റ ബൈ, സീ യു.